അപ്പൊ റിഹേഴ്സൽ തുടങ്ങാം. ചന്തു, മാഷേ. പുതിയ 2 ഡയലോഗ് ഉണ്ട്, നോട്ട് ചെയ്തോ. ഓക്കെ. ആ പറഞ്ഞ മാഷെ. നിധി നിധി നിധി, നിധി എന്ന് വിധി, വിധി എന്ന് നിധി, ആ വിധി ഈ വിധി ദുർവിധി. ഇതെന്താ മാഷെ, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ. എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ള നിർബന്ധമൊന്നും വേണ്ട. ഈ മനസ്സിലാക്കാൻ കഴിയാത്തതിനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മൾ പോലും ചിന്തിച്ചുണ്ടാക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിച്ചുണ്ടാക്കി നമ്മളെ പുകഴ്ത്തും. ഈ മാഷ് ഒരു സംഭവം തന്നെ. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. ആ. ദൈവം തന്ന നിധി, പ്രപഞ്ചം തന്ന നിധി, സ്വപ്നം തന്ന നിധി. ആ നിധി അതെവിടെ? കൊണ്ടുവരൂ. കൊണ്ടുവന്നു കൊണ്ടുവന്നു കൊണ്ടുവന്നു. ഇത് തുറക്കാൻ വീണ്ടും ഒച്ച വെച്ച് ബുദ്ധിമുട്ടണോ? വേണ്ട വേണ്ട വേണ്ട. അയ്യോ, സാജനോ, എന്തു പറ്റിയടാ? നിങ്ങൾ പേടിക്കണ്ട, ഇതെന്റെ ഫ്രണ്ടാ സാജൻ. ഹലോ. ഇവൻ ആളൊരു ഗൗളിയാ, ഏത് മുടുക്കിലും കേറിയിരിക്കും. എന്നാലും ഇതിനകത്ത് ഇവൻ എങ്ങനെ കയറിയെന്ന് ഇവന്റെ അടുത്ത് നിന്ന് രഹസ്യമായിട്ട് ചോദിച്ചിട്ട് പറയാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, വാടാ. ശ്യാം, നീ അതൊന്ന് മെഷർ ചെയ്തേക്ക്. ആ മാഡം, TV നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. അമ്മേ, എന്റെ ബെഡ്റൂമിലും TV വെക്കണം. നിക്ക് ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ. എനിക്ക് കിച്ചണിൽ നിന്നാലും TV കാണണം, അത് പറ്റുമോ? സോറി മാഡം, കിച്ചണിൽ നിന്ന് TV കാണരുത്. കോൺസെൻട്രേഷൻ ഒന്നും തെറ്റിയാ ഫുഡ് ചീത്തയാവും, പിന്നെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. കുട്ടി അതൊന്നും അറിയണ്ട, ഇവള് പറയുമ്പോൾ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി. അതാ ഞാനും വിചാരിച്ചേ, ഈ പെണ്ണിന്റെ ഇഷ്ടത്തിനാണോ നമ്മുടെ വീട്ടിൽ TV കാണുന്നത്? ഇതാ ഈ വക ടീമുകളെ ഒന്നും അടുപ്പിക്കാത്തത്. താമസിക്കുന്നത് ഞങ്ങളാ, ഞങ്ങളുടെ സൗകര്യം നോക്കേണ്ടത്. Sorry sir, this is not my taste and I do not want to continue this deal. Sure. Yes madam. Pack it up. ഹലോ. ഹലോ, ഞാൻ വിവേക്, സാജന്റെ ഫ്രണ്ടാ. ഞാനിത് പ്രതീക്ഷിച്ചതാ. ഒരുത്തന്റെ കയ്യിൽ നമ്പർ പോയാല് പിന്നെ അതങ്ങ് പടർന്ന് പോവല്ലോ. എന്താ ഇയാൾക്ക് ഇപ്പൊ വേണ്ടത്? അവളുടെ അമ്മൂമ്മടാ. ഹലോ. ഹലോ പാറു, എടാ ഞാനാ സാജൻ. നിനക്ക് എന്തിനു കേടാ? നീ എന്തിനാ എന്റെ നമ്പർ? എടി നിന്നെ ഇവൻ ലൈൻ അടിക്കാൻ വേണ്ടി വിളിച്ചൊന്നുമല്ല, അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനിപ്പോ നല്ല മൂഡിലല്ല, ഒരു വർക്ക് കഴിഞ്ഞു പോയി. എനിക്ക് ചെറിയൊരു ആപത്തുണ്ട്, നീ എന്നെ ഒന്ന് രക്ഷിക്കേ, വരില്ലേ? നിങ്ങൾ വലിയ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ വിളിച്ചത്. ഇവൻ വിളിക്കാനുള്ള മൂഡിലും അല്ലായിരുന്നു. അവനെന്താ പ്രശ്നം? അവന് ഒന്ന് വരുമോ? ഞങ്ങൾ റോയൽ ഗാർഡൻസിലെ കോഫി ഷോപ്പിലുണ്ട്. ഒടുക്കത്തെ ജാടയാണല്ലോടാ. ഏയ്, അവളും എന്തോ കുഴപ്പത്തിലാ, അതാ വരും. അച്ഛൻ്റെ അടുത്തുനിന്ന് വഴക്കൂടി വീണ്ടും ഒരു 2 lakh അറേഞ്ച് ചെയ്ത ഒരു വർക്ക് എടുത്തത്. അത് കൈവിട്ട മൂഡിലാണ് ഞാൻ. ഓ, ഇതാണോ തൻ്റെ ഫ്രണ്ട്? സോറി. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ്റെ വക. കഴിഞ്ഞ ആഴ്ച ഒറ്റയടിക്ക് ഒരു 5 പോയത്. അതൊക്കെ പോട്ടെ, പറ, എന്താ നിന്റെ ജീവൻ പോണ പ്രശ്നം? ഇങ്ങനെ കുറെ വിളി ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വിളിച്ചിട്ടിരിക്കുക. ഇതെങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടിയെന്നൊക്കെ പറയാം. അതിനേക്കാൾ വലിയ വർഷം ഇത് എന്ത് ചെയ്യുന്ന. ഇത് എവിടുന്ന് കിട്ടിയതാണ് സാജ? എക്സ്ക്യൂസ് മീ സർ, ഓർഡർ പ്ലീസ്. ഒരു ക്യാപ്പുച്ചിനോ. താങ്ക് യു സർ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനിക്ക്, അല്ലെങ്കിൽ എനിക്ക് വട്ടാവും. ഒറ്റയടിക്ക് 10,000 രൂപ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഇത് തിരിച്ചു കൊടുക്കാന്നാ ഇവൻ പറയുന്നത്. എങ്ങനെ കൊടുക്കും? ആർക്ക് കൊടുക്കും? ഈ പണത്തിന്റെ ഒറിജിനൽ അവകാശിയല്ലല്ലോ അവൻ കണ്ടത്. പോലീസിൽ ഏൽപ്പിച്ചാലോ? അതാ ഞാനും പറഞ്ഞു. അത് പിന്നെ എങ്ങും എത്തത്തില്ല, പല പീസുകളായിട്ട് പല പോക്കറ്റിലേക്കും പോകും. എടാ, നിനക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ആ ദൈവം കാണിച്ചു തന്ന വഴിയാ ഒന്ന് രക്ഷപ്പെടാൻ. ഈ കാശ് എടുത്ത് ബിസിനസ് ചെയ്യാനാ ഇവൻ പറയുന്നത്. പെട്ടെന്ന് അങ്ങനെ ചെയ്താൽ കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് ഓർത്ത് എല്ലാവർക്കും സംശയമാവില്ലേ? അതിൻ്റെ പണച്ചാക്കെന്ന് പറഞ്ഞ് ഈ പാർവതിയെ വിളിച്ചു വരുത്തിയത്. ഇവൻ പറഞ്ഞതാ പണച്ചാക്കെന്നൊക്കെ. പണം വല്ലതും കയ്യിലുണ്ടോ അതോ ചാക്ക് മാത്രമുള്ളോ? ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. എന്ത് ചാക്കേ ഉള്ളോന്നോ? ഇയാൾ ആദ്യം ഈ ചൊറിച്ചിലൊന്ന് നിർത്ത്. നിങ്ങൾ ഇത് പറയുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു,
അച്ഛനോട് ഡിസ്കസ് ചെയ്താൽ ഒരു കറക്റ്റ് സൊല്യൂഷൻ കിട്ടും. കാശ് കളയാൻ എന്തോ പുതിയ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. അച്ഛാ, എങ്ങനെയുണ്ട് അച്ഛാ? ത്രിമൂർത്തി അസോസിയേറ്റ്സ്, ഡിഫറെന്റ് നെയിം isn't it? 3 പ്രിസണേഴ്സ് നിട്ടാലും മതി. 3 ജയിൽ പുള്ളികൾ, 3 അകത്താകും. അല്ല പിന്നെ അവിടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മുൻപിൻ പരിചയമില്ലാത്ത 2 ആമ്പിള്ളാരുടെ കൂടെ ബിസിനസ് ചെയ്യാൻ പോകുന്നു. പുന്നാര മമ്മി ആയിരിക്കും ഇതിനെല്ലാം സപ്പോർട്ട്. അയ്യോ, ഇതിനിടയിലേക്ക് എന്നെ വലിച്ചഴിക്കല്ലേ. അച്ഛാ, എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പൈസ എല്ലാം അവര് മുടക്കും, ഞാനൊന്ന് നിന്ന് കൊടുത്താ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം. അച്ഛൻ കാശ് തരുമോ? 2 മാസം കൊണ്ട് എന്റെ മോള് കത്തിച്ച് കളഞ്ഞ കാശ് എത്രയാ? നിക്ക് ഇതേ ജോയിൻ ചെയ്യാൻ അച്ഛൻ സമ്മതിച്ചാ 6 മാസം കൊണ്ട് വാങ്ങിയതൊക്കെ ഞാൻ തിരിച്ചുതരാം. പ്ലീസ് അച്ഛാ, സമ്മതിക്കേ. ഇനി ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ? ആ പയ്യന്മാരെ കുറിച്ച് ഇവൾ എന്നോട് പറഞ്ഞതാ. കുഴപ്പക്കാരല്ലെന്ന് എനിക്ക് ഉറപ്പാ. നിന്റെ ബലത്തിൽ മിസ്റ്റർ ജി കെ, കൂടുതൽ വാചകം അടിക്കാതെ മര്യാദയ്ക്കൊന്ന് സമ്മതിക്കേ. GK നിലംപരിശായി. അവരെ വിളിച്ച് പറയട്ടെ. ദേ ചായ. ഇന്നേട്ടാ നീ എന്താണ് അതിന്റെ നമ്പറൊക്കെ എടുത്ത് മാറ്റുന്നേ? അകത്താകും ചക്ക നമ്പറില്ലാതെ ഓടിയാല്. ഈ നമ്പറും കൊണ്ട് ഓടിയാലാണ് അകത്താവുന്നത്. ഇതിനി ആരാ ഓടിക്കാൻ പോകുന്ന അച്ഛാ? അതാ ഞാനും പറയുന്നത്, ആഗ്രഹ വിലക്കും വിറ്റുകളാ. അച്ഛനിത് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്കിത് വേണം. എനിക്കിത് എൻ്റെ ഭാഗ്യമാണ്. ഇവന്റെ നമ്പറൊക്കെ മാറ്റി ഇവനൊരു കുസൃതി കുട്ടനാക്കി നമ്മുടെ ഓഫീസിന് മുമ്പ് കൊണ്ടിടും. ഇതിനി കാറല്ല, ഇതൊരു സ്മാരകമാണ്. നിങ്ങൾ പഴയതൊക്കെ മറന്നു, അവനൊന്നും മറന്നിട്ടില്ല. അവന്റെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. അതാണ് കാര്യം. ഇവനും 10 മാസം കിടന്നത് ഈ വയറ്റിലല്ലേ, ആ ഗുണം കാണിക്കും. ക്ഷമിക്കൂ മകനെ. അച്ഛൻ ഉപേക്ഷിച്ച ഈ മകനെ എല്ലാരും കൂടി ഒന്ന് തള്ളി അനക്കി. ആ, തള്ളു ടീം വന്നു. ഇവിടെ ഒരു തർക്കം. ഈ കാർ ഇരിക്കണമെന്ന് ഞാൻ, അതുകൊണ്ട് സ്മാരകം പണിയാൻ പോവാന്ന് അളിയന്റെ പെങ്ങളും എന്റെ മോനും. അളിയൻ എന്ത് പറയുന്നു? അതിലും വലിയ തർക്കാണ് അളിയ ഇവിടെ. അതെന്താ? ഷാജന്റെയും നളിനിയുടെയും കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇവള് അത് പറ്റില്ല, തിരുപ്പതി വെച്ച് തന്നെ വേണമെന്ന് ഞാനും. ശ്മശാനത്തിൽ വെച്ച് മതിയെന്ന് ഞാൻ. അളിയ ആദ്യം ഈ കല്യാണ തർക്കം ഒന്ന് പരിഹരിക്കേ. വണ്ടി തർക്കം വെറും സില്ലി മാറ്റർ, അത് പിന്നീട്. എന്നാൽ അതിലും വലിയ മാറ്റർ അളിയനോട് എനിക്ക് പറയാനുണ്ട്. എന്താ? എന്റെ ഈ മോൻ അടുത്ത ആഴ്ച മുതൽ ആരാ? അതെന്താ? ഇവൻ ആഴ്ചയിൽ ഒരിക്കൽ മാറുന്ന തന്നെയാണോ? അതല്ലളിയാ, ഈ കുടുംബത്തിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും അറിയാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട്. അല്ല അളിയ പറയാൻ വന്നത് പറ. അത് എങ്കിൽ അവൻ തന്നെ പറയട്ടെ. വേറെ ഒന്നുമല്ല അമ്മാവ, ഞങ്ങള് 2-3 പേര് കൂടി ഒരു ബിസിനസ് തുടങ്ങാൻ പോവാം. എന്റെ മോളുടെ ഭാഗ്യം. അതെ എളിയാ, ഇച്ചിരി വിശാലമായ പരിപാടിയാ. റിയൽ എസ്റ്റേറ്റ്, റെന്റ് കാറ്, ട്രാവൽസിന് മാനേജർ ഞാനാ. വാസൂട്ടിന് കലക്ക് കളിയാ. എന്നാ നമുക്ക് ഇനി ഒന്നും ആലോചിക്കണ്ട അളിയാ, ഇവരുടെ കല്യാണം അങ്ങ് അമേരിക്ക വെച്ച് നടത്താം. ഹണിമൂൺ അങ്ങ് ജപ്പാനിൽ. ചേച്ചിയുടെ ഒരു ചാട നോക്കിയേ. പോടി. എന്റെ കല്യാണം ഈ ടാക്സിയിൽ വെച്ച്, എന്റെ ഹണിമൂണും ഈ ടാക്സിയിൽ വെച്ച്. നാളെ വന്ന് കാണാം. ഇന്ന് അല്പം തിരക്കില്ല. 2.5 ഏക്കർ എന്നല്ലേ പറഞ്ഞത്? പാടം നികത്തിയൊന്നുമല്ലല്ലോ? അല്ലല്ലേ? ശരി, ഓക്കെ, നാളെ കാണാം. ഓക്കെ, ശരി, ഓക്കെ. എന്താടാ? നീ ഒന്ന് അങ്ങോട്ട് വന്നേ പറ്റൂ. നിന്റെ തന്തയുടെ കാര്യം വലിയ കുഴപ്പമാണ്. അച്ഛനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. എടാ, അതിന് പറ്റണ്ടേ? നമ്മളൊന്ന് ഇന്റർവ്യൂ ചെയ്താൽ ശരിയാവില്ലെന്നാ പറയുന്നത്. ചോദ്യങ്ങളൊക്കെ അങ്കിള് തന്നെയാ ചോദിക്കുന്നത്, അതും ഇംഗ്ലീഷിൽ. എന്റെ ദൈവമേ, കുളമാക്കുമല്ലോ. കുളമായി. ഒരു വൃത്തികെട്ട വിഗ് കൊടുത്ത് തലയെ വെച്ചിട്ടുണ്ട്. ആ, എങ്കിൽ ഞാൻ അങ്ങോട്ട് തീരെ ഇല്ല. നീ തന്നെ അങ്ങ് മാനേജ് ചെയ്യ്, അല്ലെങ്കിൽ പിരിച്ചുവിട്. എടാ, പാർവതിയും പറഞ്ഞു. ഹലോ. Want certificate university mark list and getting a rank come for here and how many year bond working here? പേടൻ? പാടായിരിക്കും. കുഞ്ഞെ, വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിട്ട് ഒരു കാര്യമില്ല. എങ്ങനെയുണ്ട് അങ്കിളെ? ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാം. ആദ്യം ഈ ഫയൽ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഫയലെവിടെ? ഫയൽ താടേ. സർ, ഇയാൾക്ക് ഭ്രാന്താണ്. എന്തൊക്കെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇയാൾ ചോദിക്കുന്നത്? എന്റെ സർട്ടിഫിക്കറ്റ് ഇതാ, എനിക്കിവിടെ ജോലി തന്നാലും വേണ്ട. അങ്കിൾ, അടുത്തതൊരു ജാനകിയാ. അച്ഛന്റെ റെക്കമെൻഡേഷനാ. ആ കുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചോളാം. ആയിക്കോ.
ആംബുലൻസിലെ സ്റ്റാൻഡേർഡ് സാധനങ്ങൾ വരുമ്പോ ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. ഇരിക്ക്. താങ്ക് യു മാഡം. ഇനി നിങ്ങൾ നടത്തിയോ, ഞാൻ ചോദിച്ച പോലെ ഇത്തിരി കേറ്റി തന്നെ ചോദിച്ചു. രക്ഷപ്പെട്ടു. സർ, ആ ഡിഗ്രിക്ക് 85% ഉണ്ടായിരുന്നല്ലേ? നൈസ്. താങ്ക് യു മാഡം. ശരി, ഞാൻ വിളിക്കാം. സാജ, ഇന്റർവ്യൂവിന് വന്നൊരു പെണ്ണ് തലയുറ്റി വീണു. നീ ഒന്ന് വന്നേ. ഒന്ന് വിളിച്ചു നോക്കിയേ. ജാനകി, ജാനകി, ജാനകി. എന്ത് പറ്റിയടേ? തല ചുറ്റി വീണതാ. ആ, ഗർഭിണിയായിരിക്കും. കുട്ടി സിംഗിളാ. സിംഗിൾ ആണോ ഡബിൾ ആണോ എന്നൊക്കെ സ്കാൻ ചെയ്തല്ലേ പറയാൻ പറ്റൂ. ഓ, ശരി ശരി, പോയേക്കാം. ഒന്ന് നോക്കിക്കോണേ. ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണെന്നാ തോന്നുന്നത്. കുറച്ച് ബുദ്ധിമുട്ടില്ലാന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് വരട്ടെ. എന്തെങ്കിലും നല്ലൊരു ജോലി ഇതിന് കൊടുക്കാൻ പാറുവിനോട് പറ. മാന്യമായ ശമ്പളവും. ഒരവസരം വന്നപ്പോ എൻ്റെ ബാലകൃഷ്ണന്റെ കുഞ്ഞിനെ കൈവിട്ടില്ലല്ലോ എന്നതിൽ നന്ദിയുണ്ട്. ഒത്തിരി മനസമാധാനം തോന്നുക. ഓഫീസിൽ JK ബാലകൃഷ്ണനും രണ്ടല്ലായിരുന്നു, ഒന്നാ. എപ്പോഴും അങ്ങനായിരുന്നു. പക്ഷെ എന്നെ കളഞ്ഞിട്ട് അവനങ്ങ് പോയി. ബാലകൃഷ്ണന്റെ മോള് എനിക്ക് മോള് തന്നെ. ജാനകിയുടെ അച്ഛനെ പലപ്പോഴും സാമ്പത്തികമായി സഹായിക്കാൻ JK നോക്കിയതാ. ഒന്നിനും വഴങ്ങിയില്ല. ഇനിയെങ്കിലും ഈ ദുരഭിമാനം കളയണം. നമ്മൾ അതുകൊണ്ട് ഒന്നും നേടില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു നല്ല ചീത്ത സ്വഭാവ. സരസ്വതിയെ എന്താ നോക്കി നിൽക്കണേ? ചായ എടുക്ക. എന്താ എല്ലാവർക്കും ഒരു പരിങ്ങല്? മുത്തച്ഛ, ചായ ഇടണമെങ്കിൽ പാലും പഞ്ചസാരവും തേയിലയും വെള്ളവും ഒക്കെ വേണ്ടേ? അതിനിവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ചായ ഇടുന്നേ? എടാ, ആ വണ്ടിയുടെ പൊടി പോലും ഇല്ലല്ലോ. എന്നും ഇവിടെ വന്നിങ്ങനെ നോക്കണമെന്ന് നേർച്ച വല്ലതും ഉണ്ടോ? അതാണ് തിണ്ടി എനിക്കും ചോദിക്കാനുള്ളത്. ഇവിടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കണമെന്ന് വല്ല നേർച്ചയുണ്ടായിരുന്നു? നിനക്കല്ലാത്ത നിർബന്ധം ആ ടാക്സിയുടെ ഡിക്കി തന്നെ കൊണ്ടുവന്ന് വെക്കണം. എന്തൊന്നേ വിട്, കൊച്ചു പിള്ളേരെ പോലെ. അബദ്ധം ചെയ്തത് നമ്മൾ 3 പേരുടെ തന്നെയാണ്. ഇനി അതങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള വഴി ആലോചിക്കും. അതെ, അതാണ് ശരി. അയ്യോ, എത്ര നന്നായിട്ട് നടത്തിയ ഓപ്പറേഷൻ ആണായത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ ചാക്കോ, നീ ഇങ്ങനെ ഒപ്പാരിടാതെ ആ ടാക്സി എവിടെയെന്ന് കണ്ടുപിടിച്ച എല്ലാം ശുഭം. നീ ഇങ്ങനെ ചടഞ്ഞിരുന്ന് കഴിഞ്ഞേറ്റെ. എടാ പൊക്കടാ, പൊക്കടാ. എന്താടാ മലദൈവോ? അതിന്റെ അച്ഛൻ ആ കാറിന്റെ ഡിക്കിയിൽ വെച്ചതിന് പകരം ഇവന്റെ കൊടവയറ് കീറി ഇതിനുള്ളിൽ വെച്ചാൽ മതിയായിരുന്നു. അതിനേക്കാൾ സുരക്ഷിത് ഇവിടെ ഉണ്ടായിരുന്നു. ചിരിച്ചോ ചിരിച്ചോ, ഈ ഡിക്കി കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടല്ലോ. വാ വാ വാ. എന്നേക്കാ വലിയൊരു ഡിക്കി. ഞാൻ കുട്ടൻപിള്ള സാറ്. കുട്ടൻപിള്ള. കുട്ടൻപിള്ള എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. കുഞ്ഞുകുട്ടി മുതൽ പടുകിഴവൻ വരെ കുട്ടൻപിള്ള സാറിനെ വിളിക്കൂ. കുട്ടൻപിള്ള സാർ എന്താ ഇരുട്ടത്ത്? ഒന്ന് ഒളിച്ചിരിക്കാമെന്നതാ. അതുകൊണ്ടല്ലേ നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞത്. ഇത് അലൻ, ചാക്കോ, വെങ്കടേഷ്. പേടിക്കണ്ട, ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യൻ തന്നെയാ. എനിക്കും കുറെ പണം നഷ്ടപ്പെട്ടു. ഒരു വ്യത്യാസമുണ്ട്, എനിക്ക് പോയത് സ്വന്തം പണവും നിങ്ങൾക്ക് പോയത് കട്ടതും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ രാത്രിയിലെ യാത്രക്കാരെ, മര്യാദയ്ക്ക് നടക്കുന്നവരല്ല, നിങ്ങളെപ്പോലെ ഒളിച്ചും പതുങ്ങി നടക്കുന്നവരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പണവും എനിക്ക് എൻ്റെ പണവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. KL 1A999 സ്കോർപിയോ, അതല്ലേ വണ്ടി? കയറി പോയിക്കോളൂ. അങ്ങനെ മാഞ്ഞുപോയി. ഇത് കുട്ടൻപിള്ള സാറൊന്നുമല്ല, ഇത് സേതുരാമയ്യറ, CBI. ആ, നിങ്ങളൊന്ന് കണ്ടില്ലേ? ആ സൈറ്റ് തന്നെയാ. ആ, അത് തന്നെ. ഞാൻ സാധനം കൊടുക്കാം. ഡാ, ആ ഹോട്ടൽ പ്രൊജക്ടിന്റെ സ്ഥലം കണ്ടില്ലേ? അവരാ. ഓ ആ, സാജന, തീർച്ചയായിട്ടും സ്കെച്ചും പ്ലാനും കൊടുത്തേക്കണം. ഓ ശരി. ഞാൻ നമ്മുടെ ടോട്ടൽ 3 months വർക്കും പ്രോഗ്രസ്സും നോക്കുമായിരുന്നു. ആൻഡ് ഇറ്റ്സ് റിയലി എ മിറക്കിൾ അച്ചീവ്മെന്റ്.
സാജന് കിട്ടിയ പണത്തിൽ നിന്നും നമ്മൾ എടുത്തത് എത്രയാ? 50. എത്രയാ? 50. ആ, വേണമെങ്കിൽ ആ 50 അടുത്ത മാസം തിരിച്ചു വെക്കാം. ഞാൻ ആലോചിക്കുന്നത് തിരിച്ചാ, ബാക്കിയും കൂടി എവിടെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താലോ? ഓക്കെ, അത് വേണ്ട, അത് വേണ്ട. ഞാൻ എല്ലാം കേട്ടതാ. പാറു പറഞ്ഞാ ശരി. ഡാ, നമ്മളിപ്പോ 100 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ചുമ്മാ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കൂട്ടാൻ നോക്കോ? സ്പീഡ് ഒന്ന് കുറച്ച് സൂക്ഷിച്ച് ഓടിച്ചു നോക്ക്. ഇടയ്ക്ക് ബ്രേക്ക് ചവിട്ടേണ്ടി വരത്തേ ഇല്ല. തുടങ്ങി രണ്ടും കൂടി. സാജൻ പറഞ്ഞതാ ഒരു അർത്ഥത്തിൽ ശരി. റിസ്ക് മുഴുവൻ എടുത്തിരിക്കുന്നത് അവരാണല്ലോ. മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. സർ, ഒരു 6 ഏക്കർ പാഡി ഫീൽഡിന്റെ പാർട്ടി വന്നിരുന്നല്ലോ, അതെന്തായി? അവർ വിളിച്ചിരുന്നോ? സർ, അവരെന്നെ വിളിച്ചോണ്ടിരിക്കുക. ഞാനൊരു ലേശം വെയിറ്റിട്ട് നിൽക്കാണ് സർ. ആ ടീം അത്ര ജെനുവിൻ അല്ല. എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്താണ് ഈ സ്ഥലം. ഞാൻ അന്വേഷിച്ചു, പിന്നെ അതിലൊരു മൈനറും. എനിക്കെന്തോ ആ ഡീല് വേണ്ടെന്നാണ് തോന്നുന്നത്. ജാനകിയുടെ ജഡ്ജ്മെന്റ് അങ്ങനെ തെറ്റാറില്ല. അങ്ങനെയാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം അല്ലേ? ആലോചിച്ച തീരുമാനം പറഞ്ഞാൽ മതി, ഞാൻ അറിയിച്ചേക്കാം. എത്ര പെട്ടെന്നായി പെണ്ണ് റിയൽ എസ്റ്റേറ്റ് പണി പഠിച്ചത്. ജീവിതത്തിൽ വിശപ്പ് പതിവായാലേ ആരും എന്തും പഠിക്കും. അത് ജാനകിയുടെ ഒച്ചയല്ലേ? ഹലോ, നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ ഇങ്ങോട്ട് കടത്തിവിടുന്നത്? ഇവിടത്തെ മുതലാളി സാറാണെങ്കിൽ സാറിനോട് പറയാം ഞാൻ ആരാണെന്ന്. പിന്നെ എന്നെ ഇങ്ങോട്ട് ആരും കടത്തി വിട്ടൊന്നുമല്ല സാറേ, ഞാൻ ഇങ്ങോട്ട് പോന്നതാ. നിങ്ങൾ ആ കുട്ടിയെ വിട്, നമുക്ക് എന്ത് കാര്യത്തിലും സംസാരിക്കാം. ഇതാരാ? സാറിന്റെ ചെങ്കിടിയെ? സാറേ, എനിക്ക് പറയാനുള്ളത് ഈ പെങ്കൊച്ചിന്റെ മുമ്പ് വെച്ച് തന്നെ പറയണം. എല്ലാരും പറയുന്ന ഈ പെണ്ണിന്റെ തന്തപ്പടി വലിയ സെറ്റപ്പ് ആയിരുന്നു എന്നൊക്കെയാ. പക്ഷെ എനിക്കറിയില്ല സാറേ, ഞാൻ കാണുമ്പോ തന്തപ്പടിയില്ല, ഒരു സെറ്റപ്പും ഇല്ല. കുറെ പേരുടെ പണം വാങ്ങിയിട്ടുണ്ട് പലിശയ്ക്ക്. ഒരു 10,000 വരെ കൊടുത്തത് ലക്ഷങ്ങളായി. വലിയൊരു മുതലിന്റെ വാങ്ങി കൊടുത്ത ഇപ്പൊ മുതലുമില്ല, പലിശയില്ല. ഇവിടെ വന്നൊരു സീൻ ഉണ്ടാക്കിയ പലിശയെങ്കിലും കിട്ടുമെന്ന് ആരും പറഞ്ഞതൊന്നുമല്ല, എനിക്ക് തോന്നി. ഞാനിങ്ങി വന്നു. ഞാൻ പറഞ്ഞു നോക്ക് സത്യമാണെന്ന്. കൊച്ചു അവരെ നോക്കി ഒന്ന് മൂളിയേക്ക്. ഇവര് കാശ് തരാന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പോയേക്കാം. മിസ്റ്റർ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യാ? ഈ കുട്ടി ഇവിടെ ജോയിൻ ചെയ്തിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അത് സാരമില്ല സാറേ, കുറെ മാസം ശമ്പളം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു 3 മാസത്തെ പലിശയെങ്കിലും ഇങ്ങിതാ. 75,000 രൂപ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ഇവിടുന്ന് പോണം. വിവേക്, പോലീസിനെ വിളിക്കും. അയ്യോ, അത് വേണ്ട സാറേ. പോലീസ് വന്നാൽ ഞാൻ പെട്ടുപോകും. ഞാൻ അങ്ങ് പോയേക്കാം. 2 ദിവസം സമയം കൊടുക്കാം കൊച്ചിന്. അതിനു മുമ്പ് പലിശയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. മുതൽ ഞാൻ എങ്ങനെയാലും റെഡിയാക്കിക്കോളാം. ഹോ,